عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലല്ലാഹ്. എല്ലാ ഇടങ്ങളിലും എല്ലാ ദിക്കുകളിലും ആനന്ദമാണ്, ആവേശമാണ്, വളരെ വളരെ സന്തോഷമാണ് വിശ്വാസി ഹൃദയങ്ങൾ. റമദാൻ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം. റമദാൻ അവസാനിക്കാറാകുമ്പോൾ ഒരു മന്ദഗതിയ, ഒരു വിഷമം, ഒരു മനോദുഃഖം. അത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരു വചനം കാണാം. ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാൻ ലതമന്നത ഉമ്മത്തി അൻ യകൂന റമളാൻ അസ്നത കുല്ലഹ. വിശുദ്ധ റമളാന്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രാധാന്യം, അതിലൂടെ കരഗതമാകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ ജനങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുകയാണെങ്കിൽ വർഷം മുഴുവനും റമദാനായി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് അവരാഗ്രഹിച്ചു പോയെന്നെ, അവർ കൊതിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തരുന്ന നേട്ടങ്ങളുടെ ഗംഭീരതയിലേക്കാണ് സത്യയെ ക്ഷണിക്കുന്നത്. പൂർവികരായ മഹത്തുക്കളൊക്കെ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനെ വരവേൽക്കാൻ വേണ്ടി അവർ പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയല്ലേ. അലി അള്ളാഹുവിനു റമദാൻ്റെ ഒരു ആദ്യ രാത്രി പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ പള്ളി വിളക്ക് കത്തിക്കുന്നതും വിശുദ്ധ ഖുർആൻ പാരായണമൊക്കെ കണ്ടുകൊണ്ട് ഉമർ തങ്ങളോട് അലി തങ്ങൾ പറയാണ്, നവ്വറ അല്ലാഹു ലക യാ ഉമർ ബിൻ ഖത്താബ് ഫീ ഖബ്രിക കമാ നവ്വറത മസാജിദ അല്ലാഹ് ബിൽ ഖുർആൻ. ഉമർ ഖത്താബ് എന്നവരെ അങ്ങയുടെ ഖബറിൽ അള്ളാഹു വെളിച്ചം നൽകട്ടെ. അങ്ങ് ഈ വിശുദ്ധ ഭവനങ്ങളെ, പള്ളികളെ ഖുർആൻ കൊണ്ടൊക്കെ ഇപ്പോൾ അലങ്കരിക്കുകയാണല്ലോ. ഇതിൽ നമുക്കുള്ളൊരു പാഠം, വിശ്വാസികൾ വിശുദ്ധ റമദാനാകുമ്പോൾ പിന്നെ ഇബാദത്തുകൾക്കും ആരാധനകൾക്കും സൽക്കർമ്മങ്ങൾക്കും അങ്ങ് ഒരുങ്ങുകയാണല്ലോ. വിശിഷ്യ പള്ളികൾ അവർക്ക് ഹരമായി തീരുന്നു. ഖുർആൻ പാരായണം അവർക്ക് ആനന്ദമായി മാറുന്നു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹി ഖുർആൻ. വിശുദ്ധ റമദാന്റെ സവിശേഷത പടച്ചതമ്പുരാൻ ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഖുർആൻ എന്ന അതിമഹത്തായ ഇലാഹി ഗ്രന്ഥം, അതിൻ്റെ അവതരണത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തത് ഈ മാസമാണെന്ന് പറയുമ്പോൾ വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയൊരു പവർ, ഒരു അന്തസ്, അതിൻ്റെ മഹിമ അവിടെ തന്നെയാണ്. ചെറിയ കാര്യങ്ങളല്ല. നാം എപ്പോഴും ഗ്രഹിക്കേണ്ടതുപോലെ ഈ റമദാൻ ഒരു മാസക്കാലം പുണ്യങ്ങൾ നിറഞ്ഞ രാവുകളും പകലും നിമിഷങ്ങളുമൊക്കെയായി നമുക്ക് തന്നത് നാം നന്നാകാൻ വേണ്ടിയാണ്. നമുക്ക് നന്മകൾ ഏറെ അള്ളാഹു നൽകുന്നു. അപ്പോൾ അത് നാം വാരിക്കൂട്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ അന്തസ്സോടെ, അഭിമാനത്തോടെ പറയുന്നുണ്ട്, മറ്റ് പ്രവാചകന്മാർക്ക് ആർക്കും നൽകാത്ത വലിയ ഒരു ബഹുമതി എൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകി. എന്താണത്? അത് റമദാൻ്റെ ആദ്യ രാത്രി അള്ളാഹു ഒട്ടേറെ അനുഗ്രഹം ചെയ്യുന്നു. പിന്നെയോ നോമ്പുകാരുടെ വായയാണെങ്കിൽ വായയുടെ ഗന്ധം, വാസന, അത് കസ്തൂരിയുടെ വാസനയേക്കാൾ മേന്മയാണ്. പിന്നെയോ എല്ലാ ദിനരാത്രങ്ങളിലും മലായിക്കത്ത് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. സ്വർഗം അലങ്കരിക്കാൻ അള്ളാഹു ഓർഡർ നൽകുന്നു. പിന്നെയോ അവസാന ദിവസമാകുമ്പോൾ കുട്ടികളെല്ലാം മാപ്പാക്കി അള്ളാഹു ഉമ്മത്തിന് രക്ഷ നൽകുകയാണ്. അതെ, ഈ വിശുദ്ധ മാസത്തിൽ വ്രതം, നോമ്പെടുക്കൽ നിർബന്ധമാണല്ലോ. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല, അല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, സൂക്ഷ്മജ്ഞാനികളാകാൻ വേണ്ടിയാണ്. വ്രതം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. പ്രധാനമായും മനസ്സിനെ ക്രമീകരിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്, സംസ്കരണം നൽകുകയാണ്. പിന്നെ അവിടെ തെറ്റുകുറ്റങ്ങളില്ല. അതെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിച്ച് മറ്റു വികാര ചിന്തകളിൽ നിന്നൊക്കെ മാറി തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്ന് ഇലാഹി ചിന്തയിലാണല്ലോ. ഭക്ഷണവും പാനീയവുമൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ് ആരോഗ്യത്തിന്. പക്ഷേ അതൊരു നിശ്ചിത സമയം
മാറ്റിവെക്കാൻ വേണ്ടി മതം കൽപ്പിച്ചപ്പോൾ അത് സർവാത്മന ഉൾക്കൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ ശാരീരികമായ നേട്ടങ്ങളും ഇതിലുണ്ട്, ആത്മീയ നേട്ടത്തോടൊപ്പം എന്ന് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാം വൈദ്യശാസ്ത്രം പറഞ്ഞതുകൊണ്ട് നോമ്പെടുക്കുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കും മതം കൽപ്പിക്കുന്ന ആരാധനകളിൽ ചില രഹസ്യങ്ങളുണ്ട്. ആരോഗ്യത്തിനത് ഒരിക്കലും ഹാനികരമല്ല എന്നതുകൂടി നമുക്കിവിടെ കൂട്ടി വായിക്കാം. ഏതായാലും നമ്മുടെ വ്രതം നന്നായി തീരണം. എങ്ങനെ നന്നാക്കണം? അള്ളാഹുവിന് വേണ്ടിയാകണം. എന്തെങ്കിലും കാണിച്ചു കൂട്ടലല്ല, നല്ല ചിന്തയിൽ നിന്നുകൊണ്ട്. ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് വരുന്നുണ്ട്. ചില നോമ്പുകാരൊക്കെ ഉണ്ട്, അവരാ ഭക്ഷണം ഒഴിവാക്കി വെറുതെ ഇങ്ങനെ വിശന്നിരിക്കാന്നല്ലാതെ ഒന്നും കിട്ടില്ല. കാരണം ഗീബത്തും നമീമത്തും ഫസാദും മറ്റു വികാര ചിന്തകളും ഒക്കെയായി വ്രത സമയത്തും. അങ്ങനെ നോമ്പിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അത്തരം നീചമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി, സാമൂഹ്യ ദുരന്തങ്ങളിൽ നിന്നൊക്കെ മാറി, അനാവശ്യ സംസാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് ദിക്റിലും ദുആയിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും സലാത്തിലും മറ്റു സൽക്കർമ്മങ്ങളിലുമാകണം. ഒട്ടേറെ പാവപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഈ വിശുദ്ധ റമളാൻ മാസത്തിന്റെ പുണ്യനിമിഷങ്ങൾ നാം കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം, അതിനുള്ള പരിശ്രമം ഉണ്ടാകണം. ഒപ്പം ആരാധനകൾ വർദ്ധിപ്പിക്കുക. വിശുദ്ധ റമളാനിലെ രാത്രി നിസ്കാരം നാം ശ്രദ്ധിക്കാതെ പോകരുത്. സുന്നത്തല്ലേ, ചെയ്തതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല, സുന്നത്ത് നമ്മൾ ചെയ്യണമല്ലോ. റമളാനിലെ നിന്ന് നിസ്കാരം കഴിഞ്ഞ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇമാം നബി തങ്ങൾ പറയുന്നു, അൽ മുറാദു ബി ഖിയാം റമളാൻ സലാത്തു തറാവീഹ്. ഖിയാം റമളാൻ രാത്രി നിസ്കാരം എന്നതുകൊണ്ട് തറാവി നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. സഹീഹ് മുസ്ലിമിൽ കാണാം. റക്അത്തായിക്കൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത്. കാനു യഖൂമുന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലാ 20 റക്അ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് 20 റക്അത്ത് തറാവി നിസ്കരിച്ചതിനെ പറ്റി മുവത്ത ഉദ്ധരിക്കുകയാണ്. തുഅഫ വഫദൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 20 റക്അത്ത് നിസ്കാരത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്റക്തു الناس ബിഅഹ്ദിനാ മക്കത്ത യുസല്ലൂന 20 റക്അ. നമ്മുടെ കാലത്ത് മക്കത്ത് ജനങ്ങൾ ഇവിടെ 20 നിസ്കരിക്കുന്നത് വിവരം നമുക്കറിയാം. അപ്പോൾ പൂർവികന്മാരായ മഹാന്മാരുമൊക്കെ നമ്മളെങ്ങനെ കാണുമ്പോൾ സ്വഹാബത്തും അങ്ങനെയാണ് ചെയ്തത്. സ്വഹാബത്ത് എങ്ങനെ ചെയ്തുവെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണല്ലോ. അപ്പോൾ ഈ തറാവിഹി നിസ്കാരം നാം അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി സുന്നത്ത ഇബാദത്തിന് കഴിഞ്ഞു ജമാഅത്തൊക്കെയായി നിസ്കരിച്ച് പള്ളിയിൽ തന്നെ ആകാൻ ശ്രമിക്കുകയും സഹോദരിമാർ ഈ ആരാധനകളിലൊക്കെ സജീവമാകുക. പലപ്പോഴും നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ വീട്ടുജോലികളുമൊക്കെ ധാരാളം ഉണ്ടാകും. അല്ലാഹ് നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ബറക്കാത്ത് കൂടുതൽ നൽകട്ടെ. എപ്പോഴും നാം ദുആ ചെയ്യണം, അവരോടൊപ്പം നാം കൂടി നിൽക്കണം. ആ കർമ്മങ്ങളിലും വീട്ടുജോലികളിലും ഒക്കെ ഇടയിലും വിശുദ്ധ റമളാനിലെ ഇബാദത്തുകളും തആത്തും ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് പോലെയുള്ള നന്മകൾ, ഖിയാം റമളാൻ, ഇതൊക്കെ ഒഴിവാകാതിരിക്കുവാനും ഒക്കെ പരമാവധി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യ സംസാരങ്ങളങ്ങ് മാറ്റിവെക്കുക. മറ്റുള്ളവർ കുറ്റം പറയുന്ന ഒരു ശൈലി ഒരക്ഷരം പോലും നമ്മിൽ നിന്ന് വരണ്ട. അതല്ലേ നമ്മുടെ നോമ്പ്. അങ്ങനെ നാം പരിശുദ്ധമായ രീതിയിൽ, വിശിഷ്ടമായ രീതിയിൽ വിശുദ്ധ റമളാനെ ആരാധനകളെ കൊണ്ട്, സംസ്കരണങ്ങളെ കൊണ്ട് സംസ്കരിക്കാൻ ഒരുങ്ങുക. നമ്മുടെ കുടുംബങ്ങളെ അതിന് സജ്ജമാക്കുക. നമുക്ക് ഹൃദയം കൊണ്ട് ഈ പുണ്യമാസത്തെ വരവേൽക്കാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ